പത്തനംതിട്ട തണ്ണിത്തോടിൽ പുഴയിൽ കാടുകയറിയ കാട്ടാന തിരികെ എത്തി. കുട്ടിയാനയോടൊപ്പം പിടിയാന പുഴയിൽ വീണ്ടും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് നിരീക്ഷണം തുടർന്ന് വനം വകുപ്പ്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമ്മൾ നേരത്തെ കണ്ടതാണ്, പിടിയാനയ്ക്കൊപ്പം തന്നെ കുട്ടിയാന വന്ന് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇരുവരും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഭയാനകമായ അന്തരീക്ഷമൊന്നും ഇല്ലല്ലോ. സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ? ഈ കാട്ടാനയെ കാണാനായി എത്തുന്ന ജനങ്ങളെ നിയന്ത്രിക്കുന്നതടക്കം കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ആന ഈ പ്രദേശത്ത് വനത്തോട് ചേർന്ന പ്രദേശത്തേക്ക് കയറിപ്പെട്ടുണ്ട്. ആനത്താര ഉള്ള പ്രദേശമാണിത്. ആ പ്രദേശത്താണ് ആന ഇപ്പോൾ ഉള്ളത്. വനത്തിനുള്ളിലേക്ക് ആന പോയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്തോട് ചേർന്ന സ്ഥലങ്ങളിലാണ് ആനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ്, ഏകദേശം അരമണിക്കൂർ മുൻപ് വരെ ഈ പുഴയോട് ചേർന്ന സ്ഥലത്ത് ആനയെ കാണാൻ ദൃശ്യമാകുന്ന സ്ഥലങ്ങളിൽ ആന ഉണ്ടായിരുന്നു, നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വനത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഉൾഭാഗത്തേക്കാണ് ആനയും കുട്ടിയാനയും കയറിപ്പോയിരിക്കുന്നത്. ഇനി തിരികെ മടങ്ങി വരുമോ എന്നുള്ള നിരീക്ഷണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിലെങ്ങും ശക്തമായി നടത്തുന്നുണ്ട്. മറ്റ് ജനവാസ മേഖലയോട് കേന്ദ്രീകരിച്ചുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ആന എത്തുന്നതിനുള്ള കാര്യങ്ങളും ആന എത്താതിരിക്കുന്നതിനുള്ള ശ്രമങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. സുരക്ഷാ മറ്റു കാര്യങ്ങളുമെല്ലാം ആ ഭാഗങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇല്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും എന്താണ് ആന ഇങ്ങനെ കൂടുതൽ സമയം ഈ പുഴയിൽ നിലയുറപ്പിക്കാനുള്ള കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഈ വരൾച്ച സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് ആന വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കാടിറങ്ങി പുഴകളിലേക്കും മറ്റും എത്താറുണ്ട്. പക്ഷേ കൂടുതൽ സമയം അവിടെ പുഴകളിലും മറ്റും അങ്ങനെ നിലയുറപ്പിക്കാൻ സാധ്യത ഇല്ല. കുറച്ച് സമയത്തിന് ശേഷം തിരികെ കാട് കയറി പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആൾക്കൂട്ടം കൂടുതലായി എത്തുമ്പോഴും ആന കൂടുതൽ സമയം നിലയുറപ്പിക്കാനുള്ള സാധ്യത ഇല്ലാത്തതാണ്. പക്ഷേ ഈ ആന കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഇന്നലെ രാത്രി ഒരു ദിവസത്തിലധികം ഇവിടെ നിലയുറപ്പിക്കുകയും പിന്നീട് കാട് കയറി പോവുകയും 3 തവണയോളം കാട് കയറുകയും പിന്നീട് ഇറങ്ങി വരികയും ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെയും അങ്ങനെ കാട് കയറിപ്പോയ ആനയാണ് കുട്ടിയാനയുമായി തിരികെ ഇറങ്ങി വന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയ്ക്ക് മറ്റ് അസ്വസ്ഥതകളോ പരിക്കുകളോ മറ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വെറ്റിനറി ഡോക്ടർമാരും വനപാലകരും അടക്കമുള്ള വലിയൊരു സംഘം ആനയെ നിരീക്ഷിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നു. അവർ ആന കാട്ടിലേക്ക് തിരികെ കയറിയ സമയത്ത് ആനയുടെ ശരീരഭാഗങ്ങളിൽ നടത്തിയ ആ നിരീക്ഷണത്തിൽ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ വ്രണങ്ങളോ ഒന്നുമില്ല, പരിക്കുകളോ ഒന്നും ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണവുമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എരണ്ടക്കെട്ടടക്കമുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും സംശയിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് ഇങ്ങനെ കൂടുതൽ സമയം നിലയുറപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാത്തത്. ഇപ്പോൾ ഈ പ്രദേശത്തോട് ചേർന്ന കാടിനോട് ചേർന്ന പ്രദേശത്തേക്ക് ആന കയറിപ്പോയിട്ടുണ്ട്. ഇനി ഈ പ്രദേശത്തേക്ക് തിരികെ ഇറങ്ങി വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ ജനവാസ മേഖലയിലേക്ക് ഈ പുഴയ്ക്ക് ഇപ്പോൾ ഈ പ്രദേശത്ത് റോഡാണ്. ആ റോഡ് ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് ആന ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആശങ്ക ഉളവാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. RRT സംഘം ഉൾപ്പെടെ ആനയെ തിരികെ കാട്ടിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടി ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ തിരികെ കാടിറങ്ങി ഈ പ്രദേശത്തേക്ക് പുഴയുടെ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ തിരികെ കാട് കയറ്റി വിടുന്നതിന് വേണ്ടി RRT സംഘവും വനപാലകരടങ്ങുന്ന വലിയൊരു സംഘവും ഇവിടെ നിരന്തരം സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പടക്കവും മറ്റ് വന്യജീവികളുടെ ശബ്ദം മൈക്കിലൂടെ പുറപ്പെടുവിച്ചുകൊണ്ടുമൊക്കെ വനപാലകരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഉൾപ്രദേശത്തേക്ക് ആന കയറി പോയിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണം. ഒപ്പം ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ആനയും കുട്ടിയാനയും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ദേവിക. മിഥുൻ, ഇപ്പോഴും വനം വകുപ്പ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നാലും ആനയ്ക്ക് ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിലയിരുത്തുമ്പോഴും ഈ ആനയെ ഇവിടുന്ന് മാറ്റാനായി ഏതൊക്കെ മാർഗങ്ങളാണ് വനം വകുപ്പ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് മാറ്റുക എന്നതും വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണല്ലോ. തീർച്ചയായും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ പടക്കം പൊട്ടിച്ചും മറ്റ് ഈ വന്യജീവികളുടെ ശബ്ദം പുറപ്പെടുവിച്ചും ഒക്കെയായിരുന്നു ആനയെ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരികെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരുന്നത്. സാർ, ഇനി ആന തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്? എത്രത്തോളം ഉണ്ട്? എന്തൊക്കെ ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ റാന്നി RRT സംഘമുണ്ട്, കോന്നി RRT സംഘമുണ്ട്, പിന്നെ മറ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളെല്ലാം ഉണ്ട്. നമ്മുടെ സകല സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നിരീക്ഷിക്കും, വരും, നോക്കട്ടെ, നോക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ കുഴപ്പമില്ല, ജനവാസ മേഖലയല്ല. നമ്മൾ രാവിലെ ഇറങ്ങിയ സ്ഥലത്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇവിടെ ഇറങ്ങിയ വനത്തിൽ തന്നെ നിൽക്കും, കുഴപ്പമില്ല. പ്രദേശം ആനത്താര പ്രദേശമാണ് മനസ്സിലാക്കുന്നത്. ആനത്താര പ്രദേശം ഇവിടെ അങ്ങോട്ട് വനമാണ്. ഈ ഭാഗങ്ങളിൽ ഇറങ്ങിയ പ്രശ്നമില്ല. ഇവിടുന്ന് ആ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജനവാസ മേഖല കിടക്കുന്നത്. അത് നമ്മൾ നിരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ആശങ്കയില്ലാത്ത ഈ പ്രദേശത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇല്ലാത്ത പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നമില്ല, ആശങ്ക വേണ്ട.
നമ്മൾ എന്തൊക്കെ സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ തന്നെ അതിനുള്ള ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ സുരക്ഷാ മുൻകരുതൽ നമ്മൾ റാന്നി ആറാട്ട് സംഘമുണ്ട്, പമ്പാക്ഷൻ കണ്ണുണ്ട്, മറ്റ് പിന്നെ കടുവാട സൗണ്ടുള്ള പെപ്പലർ അതൊക്കെ ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്, കുഴപ്പമില്ല, സ്റ്റാഫുണ്ട്. ഈ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കും പുറപ്പെടുവിക്കുന്ന സംഭവമുണ്ട്. പരിക്ക് ഒന്നുമില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പിച്ചല്ലേ? 100% ഉറപ്പിക്കാം. പരിക്കൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതേറെ കണ്ടില്ല. എന്തായാലും ഡോക്ടർമാരെ നിരീക്ഷിച്ചപ്പോഴും പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നുമില്ല. നമുക്ക് വ്യക്തത വരേണ്ടത് എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ കൂടുതൽ സമയം നിലയുറപ്പിക്കുന്നത്? അതാണ് സാധാരണ അങ്ങനെ നിൽക്കുന്ന ആനയല്ല, എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുകയാണ്. RRT സംഘം പൂർണ്ണ സജ്ജമാണല്ലേ? അതെ അതെ, എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ സജ്ജീകരണമാണ് നിങ്ങളുടെ ഭാഗത്ത്? നമ്മൾ പമ്പാക്ക് ആക്ഷൻ കണ്ണുണ്ട്, മറ്റേ കടുവയുടെ സൗണ്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആന ഇനി തിരികെ കയറി വരികയാണെങ്കിൽ ആനയെ തിരികെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി RRT സംഘം, റാന്നിയിലും കോന്നിയിൽ നിന്നുള്ള RRT സംഘം ഇവിടെ സജ്ജമാണ്. റാന്നിയുടെയും കോന്നിയുടെയും വനംവകുപ്പ് ഡിവിഷന്റെ അതിർത്തി പ്രദേശമാണുള്ളത്. ഇവിടെ നിന്നുള്ള വനപാലകരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. തണ്ണിത്തോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ആന ഒരുപക്ഷെ ഇനി തിരികെ ഇറങ്ങി വരികയാണെങ്കിൽ, കാടിറങ്ങി വരികയാണെങ്കിൽ തിരികെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പടക്കം, മറ്റ് തോക്ക് ഉപകരണങ്ങൾ, വന്യജീവികളുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ സർവ്വസജ്ജമായിട്ട് വനപാലകർ ഇവിടെ സജ്ജമാണ് എന്നുള്ളതാണ് വനപാലകർ പറയുന്ന കാര്യം. എന്തായാലും ഇനി ഒരു സ്ഥിരീകരണം വേണ്ടത് ആനയ്ക്ക് പരിക്കോ മറ്റ് മുറിവുകളോ വ്രണങ്ങളോ ഒന്നുമില്ല. സാധാരണഗതിയിൽ ആന ഇങ്ങനെ കൂടുതൽ സമയം ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ആനയുടെ ശരീരത്തിൽ കാലിലോ മറ്റോ മുറിവ് സംഭവിച്ചിട്ട് ആ മുറിവിൽ ഈച്ച അരിക്കുന്ന ഒരു സാഹചര്യം, വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഈച്ചയെ അകറ്റുന്നതിന് വേണ്ടിയാണ് ആന കൂടുതൽ സമയം ഈ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ ആനയുടെ ശരീരത്തിലൊന്നും അങ്ങനെ മുറിവുകളില്ല, വ്രണങ്ങളില്ല. എരണ്ടക്കെട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എരണ്ടക്കെട്ടുമില്ല എന്ന വെറ്റിനറി ഡോക്ടർമാർ നടത്തിയ നിരീക്ഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൂടുതൽ സമയം ആന ഇങ്ങനെ വെള്ളത്തിൽ നിലയുറപ്പിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരാത്തത്. ആന തിരികെ മടങ്ങിപ്പോയി കുട്ടിയാനയുമായിട്ട് തിരികെ വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പുഴയോട് ചേർന്ന കാടിൻ്റെ പ്രദേശത്ത്, ആനത്താര പ്രദേശമാണ്, ആന നീങ്ങുന്ന പ്രദേശമാണ്. ആന നടന്ന് നീങ്ങുന്ന ആ പ്രദേശത്തൂടെയാണ് ഇപ്പോൾ ആനയുടെ സഞ്ചാരം. ആ ഭാഗത്തേക്ക് പോയാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആന കാടിനുള്ളിലേക്ക് തന്നെ പോകും. പക്ഷേ തിരികെ വരികയാണെങ്കിൽ, ആനത്തിരയ്ക്ക് വിപരീതമായ പാതയിലൂടെ വരികയാണെങ്കിൽ അത് ജനവാസ മേഖലയാണ്. ആ മേഖലയിലൂടെ അടവി ഉൾപ്പെടെയുള്ള വിവിധ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന യാത്രക്കാരുണ്ട്. ഒപ്പം വിവിധ ഭാഗങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. സഞ്ചാരികൾ ധാരാളമായി പോകുന്ന റോഡുണ്ട്. ആ ഭാഗത്തേക്ക് വരികയാണെങ്കിലാണ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുള്ളത്. നിലവിൽ ഈ ആനത്താര മേഖലയിലേക്കാണ് പോയിരിക്കുന്നത്. ആ ഭാഗം കാട്ടിലേക്കുള്ള വഴിയാണ്. ആ ഭാഗത്തൂടെയാണ് ആന സഞ്ചാരം തുടരുന്നത്. അതുകൊണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു മറുപടി. നേരത്തെ 3 തവണ കാട് കയറിയതാണ് വെള്ളിയാഴ്ച മുതലുള്ള സമയത്ത്. വെള്ളിയാഴ്ച മുതൽ 1.5 ദിവസത്തോളം ആന പുഴയിൽ തന്നെ നിലയുറപ്പിച്ചു. ആ സമയത്ത് ആഹാരം കഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആനയ്ക്ക് അവശ നിലയിലായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ ഏറെ നേരം കാട് കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകണം എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നിട്ട് തിരികെ കയറി വന്ന് ഇന്നലത്തെ അവശ നിലയിലായിരുന്നെങ്കിൽ ആരോഗ്യ നിലയിൽ ചെറിയ മാറ്റം ഉണ്ട് ആനയ്ക്ക് ഇന്ന് കണ്ടപ്പോൾ. വീണ്ടും തിരികെ ഇറങ്ങി വരികയും ഇവിടെ നിലയുറപ്പിക്കുകയും വീണ്ടും ഇപ്പോൾ ഈ ആനത്താരയോട് ചേർന്ന പ്രദേശത്തൂടെ സഞ്ചാരം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ദേവിക. ശരി.